ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും രോഗത്തെയും ക്രൂശിന്മേൽ താൻ വഹിച്ചു പാപത്തെയും രോഗത്തെയും ക്രൂശിന്മേൽ താൻ വഹിച്ചു സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും ഒന്നാകവേ ചെങ്കടലിൽ മുങ്ങിപ്പോയി ശത്രുഗണം ഒന്നാകവേ ചെങ്കടലിൽ മുങ്ങിപ്പോയി വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയിൽ ഇനിമേൽ വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയിൽ ഇനിമേൽ ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും വാദ്യഘോഷങ്ങളോടും ജയത്തിന്റെ പാട്ടുകൾ വാദ്യഘോഷങ്ങളോടും ജയത്തിന്റെ പാട്ടുകൾ ആഘോഷമായി പാടിടുക ശക്തിമാന്മാർ സഭയിൽ ആഘോഷമായി പാടിടുക ശക്തിമാന്മാർ സഭയിൽ ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 5-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. യാക്കോബ് ഗൃഹമേ വരുവിൻ, നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം. ദൈവത്തിൻ്റെ ഒരു ക്ഷണമാണ് നാം ഇവിടെ കാണുന്നത്. ദൈവവചനം ക്ഷണിക്കുകയാണ്. ദൈവം തള്ളിയ ജനമാണ് യാക്കോബ് ഗൃഹം. ദൈവം തള്ളിയ ജനത്തെ ദൈവം ക്ഷണിക്കുകയാണ്, വിളിക്കുകയാണ്. എന്തിനാണ് വിളിക്കുന്നത്? വരുവിൻ, നമുക്ക് ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കാമെന്നാണ്. ഇരുട്ടിൽ നടക്കുന്നതായ ജനത്തിന്, അന്ധകാരത്തിൽ നടക്കുന്നതായ ജനത്തിന്, നിരാശയിലും പാപത്തിലും നടക്കുന്നതായ ജനത്തിന് വെളിച്ചത്തിൽ നടക്കാനുള്ള ഒരു സ്നേഹത്തിൻ്റെ ക്ഷണമാണ് നാം അവിടെ കാണുന്നത്. വരുവീൻ, ഇനിയും ഇരുട്ടിൽ നടക്കല്ലേ, ഇനിയും നിരാശയിൽ തകർന്നു പോകല്ലേ, ഇനിയും ഭാരങ്ങളിലും പ്രശ്നങ്ങളിലും വലഞ്ഞ് തകരല്ലേ, പാപത്തിൻ്റെ വഴികളിൽ ഇനിയും മുന്നോട്ട് പോയി നശിച്ചു പോകല്ലേ. വരിക, നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം. മനുഷ്യൻ അന്ധകാരത്തിൻ്റെ കീഴിലായപ്പോൾ, കൂരിരുട്ട് ഭൂമിയെ കീഴടക്കിയപ്പോൾ, അന്ധതമസ് മനുഷ്യനെ കീഴടക്കിയപ്പോൾ, പാപത്തിൻ്റെ ഇരുട്ടിന് മനുഷ്യൻ കീഴടങ്ങിയപ്പോൾ, ഈ ഇരുളാണ്ട ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ വെളിച്ചമാണ് ക്രിസ്തു. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 12 മുതലായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, യോഹന്നാൻ തടവിലായി എന്ന് കേട്ട് കർത്താവ് ഗലീലയ്ക്ക് വാങ്ങിപ്പോകുന്നു. നസറത്ത് വിട്ട്, അതുവരെയും ആയിരുന്ന പട്ടണം വിട്ട്, സെബൂലൂൻ്റെയും നഫ്താലിയുടെയും അതിരുകളിലുള്ളതായ കഫർനഹൂം എന്ന ദേശത്ത് നിന്ന് പാർക്കുന്നു.
അവിടെ തിരുവചനം പറയുന്നത് യെശയ്യാ പ്രവാചകനിലൂടെ അരുളി ചെയ്തതായ അരുളപ്പാട് നിവൃത്തിയായി എന്നാണ്. യെശയ്യാ 9:1 മുതലുള്ളതായ വാക്യങ്ങളിൽ കാണുന്ന ആ പ്രവചനം നിറവേറപ്പെട്ടു എന്നാണ്. സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ്റെ അക്കരയുമുള്ളതായ നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിൽ നടന്ന ജനം വലിയ ഒരു വെളിച്ചം കണ്ടു. മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ചു. അപ്പോൾ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായ ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു. ക്രിസ്തു എവിടെ പാർക്കുന്നുവോ അവിടം വെളിച്ചമായി മാറും. ഒരു വ്യക്തിയിൽ ക്രിസ്തു പാർത്താൽ നമ്മുടെ ജീവിതത്തിൽ യേശു വസിക്കുന്ന ഒരു അനുഭവം വന്നാൽ നാം വെളിച്ചത്തിലായി. നമ്മുടെ കുടുംബം, നമ്മുടെ ഭവനം യേശു പാർക്കുന്ന ഒരു വീടായി മാറിയാൽ നമ്മുടെ വീട്ടിൽ വെളിച്ചമായി. നാം ഇനിയും ഇരുളിൽ അമർന്നു കഴിയേണ്ടവരല്ല. എത്ര ഭയാനകമാണ് ഇരുള്. നാം ഇരുളിൽ അമർന്നു കഴിയുക എന്ന് പറഞ്ഞാൽ, ഇരുട്ടിൻ്റെ അധികാരത്തിന് കീഴിലാകുക എന്ന് പറഞ്ഞാൽ അത് ഭയാനകമാണ്. ആർക്കും നമ്മുടെ നേരെ കയ്യോങ്ങാൻ കഴിയുന്ന സമയമാണത്. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 53-ാമത്തെ വാക്യത്തിൽ നാം ആ ഭയാനകമായ അവസ്ഥയെക്കുറിച്ച് നാം കാണുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരോടുകൂടെ പെസഹ കഴിച്ച് ആ രാത്രിയിൽ ഒലിവുമലയിലേക്ക് പോയി. കിദ്രോന്തോട്ടിൻ്റെ കരയിൽ ഗത്സമന തോട്ടം. ശിഷ്യന്മാരോട് നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവീൻ എന്ന് പറഞ്ഞിട്ട് ഒരു കല്ലേറ് ദൂരം കർത്താവ് വാങ്ങിപ്പോയി. അവിടെ വ്യാകുലപ്പെട്ടും കരഞ്ഞും അതിവേദനയോടെ പ്രാർത്ഥിക്കുകയാണ്. അവിടെ വെച്ചാണ് പിതാവായ ദൈവം ആ പാപം എന്തെന്നറിയാത്തവൻ്റെ മേൽ മാനവജാതിയുടെ മുഴുവൻ പാപവും ചുമത്തിയത്. പാപമറിയാത്തവൻ പാപമാക്കപ്പെട്ടപ്പോൾ, ഇരുളെന്തെന്നറിയാത്തവൻ്റെ മേൽ ഇരുൾ വന്ന് മൂടിയപ്പോൾ, പാപത്തിൻ്റെ ഇരുട്ട് വന്ന് മൂടിയപ്പോൾ അത് സഹിക്കാവുന്നതായിരുന്നില്ല. അതിദയനീയമായിരുന്നു, അതിവേദനയായിരുന്നു. നിലവിളിച്ചു പോയി, ഉറക്കെ നിലവിളിച്ചു, പിതാവേ കഴിയുമെങ്കിൽ. താങ്ങാൻ കഴിയുന്നില്ലല്ലോ, സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നൊന്ന് നീക്കിത്തരണമേ, മാറ്റിത്തരണമേ. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം തന്നെ നിറവേറട്ടെ എന്ന് പറഞ്ഞ് ദൈവരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവിടെ നാം വായിക്കുന്നത്, ഒരു ദൂതൻ ഇറങ്ങി വന്ന് അവനെ ശക്തീകരിച്ചു എന്നാണ്, ബലപ്പെടുത്തി എന്നാണ് നാം വായിക്കുന്നത്. ഒരു ദൂതൻ ഇറങ്ങി വന്ന് അവനെ ബലപ്പെടുത്തി. അവൻ പ്രാണവേദനയിലായി എന്നാണ് വായിക്കുന്നത്. അവൻ പ്രാണവേദനയിലായി. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങി വന്നു. ആ സമയത്താണ് മഹാപുരോഹിതന്മാരും പടയാളികളുമെല്ലാം യൂദായുമെല്ലാം യേശുവിനെ പിടിച്ചു കെട്ടുവാനായി അവൻ്റെ അരികിലേക്ക് വന്നത്. ആ കൂട്ടത്തോട്
യേശു പറയുന്ന വാക്കാണ് ലൂക്കോസ് 22:53 നാം വായിക്കുന്നത്. ഞാൻ ദിവസേന ദൈവാലയത്തിൽ നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും എൻ്റെ നേരെ കൈ ഓങ്ങിയില്ല. എന്നാൽ ഇത് നിങ്ങളുടെ നാഴികയും ഇരുളിൻ്റെ അധികാരവുമാകുന്നു എന്ന് പറഞ്ഞു. ഓർക്കണം, വെളിച്ചമായവൻ വെളിച്ചമായി അവരുടെ നടുവിലിരുന്നപ്പോൾ, ഇരുള് ഒട്ടുമില്ലാത്തവനായി അവരുടെ നടുവിലിരുന്നപ്പോൾ, ദൈവാലയത്തിലായിരുന്നിട്ടും അവന് നേരെ കൈ ഓങ്ങാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഇരുളവനെ പിടികൂടിയപ്പോൾ, ഇരുട്ടിൻ്റെ അധികാരത്തിന് കീഴിലായപ്പോൾ, അവൻ പാവമാക്കപ്പെട്ടവനായി മാറിയപ്പോൾ അവർ അവൻ്റെ നേരെ കൈ ഓങ്ങുകയാണ്. ഇരുട്ടിൻ്റെ അധികാരം അവൻ്റെ നേരെ അവർ കൈ ഓങ്ങി. അവർ അവനെ ബന്ധിച്ചു, അവർ അവനെ വലിച്ചഴിച്ചു കൊണ്ടുപോയി. ന്യായാധിപസംഘങ്ങളുടെ മുമ്പാകെ മാറി മാറി വിസ്താരത്തിനായി നിർത്തി. അവർ അവൻ്റെ മുഖത്ത് തുപ്പി, അവർ അവൻ്റെ തലയിൽ അടിച്ചു, അവർ അവൻ്റെ തലയിൽ മുൾക്കിരീടം തറച്ചു, അവൻ്റെ മുഖത്തെ രോമങ്ങൾ വലിച്ചു പറിച്ചു, അവൻ്റെ ശരീരം ചമ്മട്ടി കൊണ്ട് അടിച്ച് ഉഴുവചാലുപോലെ കീറി മുറിക്കപ്പെട്ടു. അതിവേദനയോടെ, സഹായത്തിനു വേണ്ടി അതിവേദനയോടെ പിടഞ്ഞു. ആരും അവന് തുണന്നില്ല, ആരും അവനെ സഹായിച്ചില്ല. ആ അതിക്രമക്കാരുടെ കരങ്ങൾ അവനെ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്തു. അന്ന് രാത്രിയിലും പിറ്റേന്നുമായി 4 കോടതികളിലായി 7 പ്രാവശ്യം മാറി മാറി വിസ്തരിക്കപ്പെട്ടു. എല്ലായിടത്തും നിന്നേറ്റു, പരിഹാസമേറ്റു. ചുമക്കാൻ കെൽപ്പില്ലാത്തവനായി, താങ്ങാൻ പറ്റാത്ത ഭാരമേറിയ മരക്കുരിശും തോളിന്മേൽ താങ്ങിക്കൊണ്ട് അവനെ ക്രൂശിക്കുവാനായി കൊണ്ടുപോയി. ആ കാൽവരിക്കുന്നിന് മുകളിൽ തലയോരിടമെന്നർത്ഥമുള്ള ഗോൽഗോഥ കുന്നിൽ അവനെ ക്രൂശിന്മേൽ തറച്ചു. 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളിൽ മേൽ തൂക്കപ്പെട്ടവനായി കൈകാലുകൾ വിരിച്ച് അവൻ കിടന്നു. അവൻ വെള്ളത്തിന് വേണ്ടി നിലവിളിച്ചു. എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. ഇരുളിൻ്റെ അധികാരം. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം ആരെല്ലാം ഇരുളിൻ്റെ അധികാരത്തിൻ്റെ കീഴിലാണ്? ഇരുളിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതിന് വേണ്ടി, നമ്മെ വെളിച്ചമാക്കി മാറ്റുന്നതിന് വേണ്ടി വെളിവിൻ തട്ടിൽ വസിച്ച വെളിച്ചമായവൻ ഈ ലോകത്തേക്ക് ഇറങ്ങി വന്നു. നമുക്ക് വേണ്ടി ഇരുളിൻ്റെ എല്ലാം അവൻ സഹിച്ചു. ഇനിയും നാം ആരും ഇരുട്ടിൻ്റെ അധികാരത്തിന് കീഴിൽ കഴിയേണ്ടതില്ല. നമ്മുടെ ജീവിതത്തിൽ ഇനി പാവം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതില്ല. നമ്മുടെ സകല പാവങ്ങൾക്കുള്ള പരിഹാരം കർത്താവായ യേശുക്രിസ്തു കാൽവറി ക്രൂസിൽ വഹിച്ചു. ഇരുളിൻ്റെ അധികാരം, ഇരുളിൻ്റെ ആളത്വം. നമ്മുടെ ജീവിതത്തിൽ ഇരുളിൻ്റെ അധികാരമില്ല എങ്കിൽ, ഇരുളിൻ്റെ അധികാരത്തിൻ്റെ കീഴിലല്ല എങ്കിൽ, നാം വെളിച്ചത്തിലാണെങ്കിൽ നാം ഒന്നും ഭയപ്പെടണ്ട. ഒരു ശക്തിക്കും നമ്മുടെ നേരെ കൈ ഓങ്ങാൻ കഴിയില്ല. ആഭിചാരം യാക്കോബിന് ഫലിക്കയില്ല. നമ്മുടെ നേരെ എതിർപ്പുകൾ വരും, പ്രതികൂലങ്ങൾ വരും. 62-ാം സങ്കീർത്തനത്തിൽ ദൈവം തന്നെ ആശ്രയമായിരിക്കുന്ന ഒരു ഭക്തൻ, ദൈവം സങ്കേതമായിരിക്കുന്ന ഒരു ഭക്തൻ, അവൻ്റെ മുമ്പിൽ വരുന്നതായ പ്രതികൂലങ്ങളെല്ലാം ചാഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെയാണ്. 62-ാം സങ്കീർത്തനം നാം അങ്ങനെ വായിക്കുന്നത്. ഈ വെളിച്ചത്തിലായാൽ പ്രതികൂലങ്ങളെല്ലാം ചാഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെയാണ്. മുന്നോട്ട്
വഴി തടയുന്ന മതിൽക്കെട്ടുകൾ വന്നേക്കാം, തടസ്സങ്ങൾ, വേലിക്കെട്ടുകൾ വന്നേക്കാം, പലതരത്തിലുള്ളതായ പ്രതികൂലത്തിൻ്റെ വേലിക്കെട്ടുകൾ വന്നേക്കാം. എന്നാൽ യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന ഒരു ദൈവവിതൽ, വെളിച്ചത്തിൽ നടക്കുന്ന ഒരു ദൈവവിതൽ കാലുകൾ മുന്നോട്ട് ചലിക്കുമ്പോൾ മുൻപിലുള്ളതായ മതില് അത് ചാഞ്ച മതിലായി മാറുമെന്ന് നടന്നു പോയിക്കൊള്ളുക. അങ്ങ് എത്തുമ്പോഴേക്കും അതങ്ങ് മറിഞ്ഞ് വീണിരിക്കും. ആ തടസ്സങ്ങൾ തകർന്ന് വീണിരിക്കും. യെരിഹോ മതിൽ തകർത്തവനായ ദൈവം ആ മതിലുകളെ ചവിട്ടി നമുക്ക് നടക്കാൻ കഴിയും. വേലികളെ കണ്ട് ഭയം നിൽക്കേണ്ടതില്ല. ആടുന്ന വേലി പോലെ അങ്ങ് മറിഞ്ഞ് വീണുകൊള്ളും. വരുവീൻ, നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം. നമ്മുടെ ജീവിതത്തിൽ പാപത്തിന് ഇടം കൊടുക്കരുത്. നമ്മുടെ കുടുംബത്തിൽ പിശാചിന് വന്ന് നിൽക്കുവാൻ ഇടം കൊടുക്കരുത്. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 27-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് പിശാചിന് ഇടം കൊടുക്കരുത് എന്നാണ്. സൂര്യൻ അസ്തമിക്കുവോളം കോപം വെച്ചുകൊണ്ടിരിക്കരുത്, എല്ലാം തീർത്തുകൊള്ളണം. നമ്മുടെ ജീവിതത്തിൽ പാപം നിൽക്കാനിടവരരുത്. എല്ലാത്തിനും പരിഹാരം വരുത്തിക്കൊള്ളണം. പാപം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകരുത്. നമ്മുടെ ജീവിതത്തിൽ പാപം നിന്നാൽ ആ പാപം പിശാചിന് നിൽക്കുവാനുള്ള ഒരു ഇടമാണ്. നമ്മുടെ കുടുംബത്തിൽ പാപം വസിച്ചാൽ, ഇരുള് വസിച്ചാൽ അത് പിശാചിന് ഇരിക്കാനുള്ള, നിൽക്കാനുള്ള ഒരു ഇടമാണ്. നാം തിരുവചനം വായിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 7-8 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ സ്വർഗത്തിൽ ഒരു യുദ്ധം ഉണ്ടാകുന്നു. മീഖായേലും അവൻ്റെ ദൂതന്മാരും സാത്താനും അവൻ്റെ ദൂതന്മാരുമായി പടവെട്ടുന്നു. സാത്താനെ പരാജയപ്പെടുത്തി താഴെയിടുന്നു. അവിടെ വായിക്കുന്നൊരു വാക്യം ഇങ്ങനെയാണ്: ആ സ്ഥലം പിന്നെ കണ്ടില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ സാത്താന് നിൽക്കാനുള്ളതായ ഒരു സ്ഥലമുണ്ടായിരുന്നു. ആ സ്ഥലം അത് പിന്നെ കണ്ടില്ല. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സാത്താൻ നിൽക്കാനുള്ള ഒരു ഇടമുണ്ടെങ്കിൽ അതിന് കാണരുത്, അതിനോട് പൊരുതി ജയിച്ചു കൊള്ളണം. സ്വർഗത്തിലൊരു യുദ്ധമുണ്ടായി. മീഖായേലും ദൂതന്മാരും സാത്താനും അവൻ്റെ ദൂതന്മാരോടും പടവെട്ടി അവനെ തള്ളി താഴെയിട്ടു. അവൻ്റെ സ്ഥലം പിന്നെ അവിടെ ഇല്ലാതെ വണ്ണം അവനെ താഴെയിട്ട്. സ്വർഗത്തിൽ വരെ ഈ സാത്താന് കയറി ചെന്ന് നിൽക്കാനുള്ള ഒരു സ്ഥലമുണ്ടായിരുന്നു എന്നാണ്. ഇയ്യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്, ദൈവപുത്രന്മാർ ദൈവസന്നിധിയിൽ നിൽക്കാൻ ചെന്നു, സാത്താനും ചെന്നു എന്ന്. അപ്പോൾ ഈ സാത്താന് ചെന്ന് നിൽക്കാനുള്ള ഒരു സ്ഥലം സ്വർഗത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇയ്യോബിന്റെ പുസ്തകം 5-ാം അധ്യായം 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, സ്വർഗവും തൃക്കണ്ണിന് നിർമ്മലമല്ല എന്ന്. മനുഷ്യൻ്റെ മേൽ അപവാദം ചുമത്തിക്കൊണ്ട്, അന്ന് ഇയ്യോബിൻ്റെ മേൽ അപവാദം ചുമത്തിക്കൊണ്ടാണ് സാത്താൻ അവിടുത്തെ നിന്നത്. സ്വർഗവും തൃക്കണ്ണിന് നിർമ്മലമല്ല, എന്നാൽ ആ സ്ഥലം പിന്നെയില്ലാതെ വണ്ണം. നമ്മുടെ ജീവിതത്തിൽ സാത്താൻ വന്നു നിൽക്കുന്ന ഇടം ഇനി ഇല്ലാതെ വണ്ണം. എവിടെയാണ് സാത്താൻ നിൽക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ
ആയിരിക്കുന്ന പാപത്തിലാണ് അവൻ വന്ന് നിൽക്കുന്നത്. ജീവിതത്തിൽ കിടക്കുന്ന പാപം സാത്താന് കാൽ ചവിട്ടുവാനുള്ള ഒരു ഇടമാണ്. എന്തെങ്കിലും പാപങ്ങളുണ്ടോ ജീവിതത്തിൽ? ഏതെങ്കിലും അരുതായികൾ നമ്മുടെ ജീവിതത്തിൽ കിടക്കുന്നുണ്ടോ? ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് തുടങ്ങിയ കാര്യങ്ങൾ നാം കാണുന്നുണ്ട്. ഒരു പട്ടികയാണ്. ജീവിതത്തിൽ മദ്യപാനമുണ്ടോ? വെറുക്കൂത്തുണ്ടോ? ആരോടെങ്കിലും പക വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? വാശിയും ഇഷ്ടക്കേടും നീരസവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്? ഭാര്യയോട് ഇഷ്ടക്കേട് വെച്ചുകൊണ്ടാണോ മുന്നോട്ട് പോകുന്നത്? ഭർത്താവിനോട് വൈരാഗ്യം വെച്ചുകൊണ്ടാണോ മുന്നോട്ട് പോകുന്നത്? അമ്മായിയമ്മയോട്, മരുമകളോട് നീരസം, കയ്പം വെച്ചുകൊണ്ടാണോ മുന്നോട്ട് പോകുന്നത്? തമ്മിൽ കലഹിച്ചുകൊണ്ടാണോ മുന്നോട്ട് പോകുന്നത്? ഒരു മനസ്സില്ലാതെയാണോ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഇതെല്ലാം നമ്മുടെ കുടുംബത്തിൽ പിശാചിന് നിൽക്കാനുള്ള ഒരു ഇടമാണ് എന്ന് നാം കാണണം. ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിൽ, രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൻ്റെ ഏതെങ്കിലും രംഗങ്ങളിൽ പാപം വച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുവെങ്കിൽ അത് പിശാചിന് നിൽക്കാനുള്ള ഇടമാണ്. ഇരുളവിടെ പാർക്കുന്നു. ഇരുളിൻ്റെ അധികാരമുള്ളപ്പോൾ ദൈവികമായ സംരക്ഷണം നഷ്ടപ്പെടുകയാണ്, സ്വർഗീയമായ കാവൽ നഷ്ടപ്പെടുകയാണ്. നമ്മളെല്ലാം ജീവിതത്തിലേക്ക് നോക്കുന്നുണ്ട്. ഏതെല്ലാം രംഗങ്ങളിൽ പാപം കിടക്കുന്നുണ്ട്. അരുതായകൾ വസിക്കുന്നുണ്ട്, കൊള്ളരുതായ്മകൾ വസിക്കുന്നുണ്ട്. അശുദ്ധിയും അഴുക്കും വേണ്ടാദിനങ്ങളും കൊള്ളരുതായ്മകളും വാശിയും വഴക്കും കോപവും നീരസവും മദ്യപാനവും ദുശീലങ്ങളും ദുഷ്പരിചയങ്ങളും എന്തെല്ലാം ജീവിതത്തിൽ കിടക്കുന്നുണ്ട്. ആ സ്ഥലം ഇനി ഇല്ലാതെ വണ്ണം സ്വർഗത്തിൽ യുദ്ധപ്രഖ്യാപനം വന്നതുപോലെ ഒരു യുദ്ധപ്രഖ്യാപനം ഉണ്ടാകണം. ആരെല്ലാം തീരുമാനിക്കുന്നുണ്ട്? പാപത്തോട് യുദ്ധം ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട്. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോളവും എതിർത്ത് നിന്നിട്ടില്ലല്ലോ എന്ന് തിരുവചനം പറയുന്നുണ്ട്. ഒരു യുദ്ധപ്രഖ്യാപനം ഇല്ല. ഇനി പാപത്തിനിടം കൊടുക്കുകയില്ല. അതിന് നമ്മെ സഹായിക്കാനാണ് ക്രിസ്തു ഇരുളിൻ്റെ അധികാരത്തിന് കീഴിലായത്. ഇപ്പോൾ ഇരുട്ടിൻ്റെ അധികാരത്തിലുള്ള സമയമാണ്. അവൻ ഇരുട്ടിൻ്റെ അധികാരത്തിലായി നമ്മെ വെളിച്ചത്തിലാക്കുന്നതിന് വേണ്ടി ഇനിയും നാം ഇരുളിൽ കിടക്കേണ്ടതില്ല. ഇനിയും നാം അന്ധകാരത്തിൽ വലയേണ്ടതില്ല. നാം പാപത്തിൽ തകരേണ്ടതില്ല. ഒരു വെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യം നാം വായിക്കുന്നുണ്ട്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ക്രിസ്തു പറയുകയാണ്. ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന സ്വർഗത്തിലെ വെളിച്ചം പറയുകയാണ്. യഹോവയുടെ വെളിച്ചം പറയുകയാണ്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. വെളിച്ചത്തിൽ നടക്കണമെങ്കിൽ യേശുവിനെ അനുഗമിക്കണം. ഇരുൾ പിടികൂടാ മശിഹാതൻ പ്രഭയിൽ ചേർന്ന് നടന്നവരാം സ്ലീഹേന്മാർക്കതി സൗഭാഗ്യം. അപ്പോസ്തലന്മാർ വെളിച്ചത്തിൽ നടന്നവരാണ്. അവരെ ഇരുട്ട് പിടികൂടിയില്ല. എന്തുകൊണ്ടാണ്? മശിഹായോട് ചേർന്ന് നടന്നതുകൊണ്ട്. നമുക്ക് ചേർന്ന് പാടാം. ഞാൻ സത്യപ്രഭ എന്നുടയോൻ താൻ അന്തേവാസികളോടോതി. ഞാൻ സത്യപ്രഭയെന്നുടയോൻ തൻ അന്തേവാസികളോടോതി. ഈ പ്രഭയിൽ ചേർന്നു നടന്നോരേ
മിശിഹാതൻ പ്രഭയിൽ ചേർന്നു നടന്നോരാം സ്ലീഹന്മാർക്കതി സൗഭാഗ്യം കണ്ടാലും തൻ സ്മൃതിയും കൊണ്ടാടിയിടും നദിഘോഷം തൽപ്രാർത്ഥന ഞങ്ങൾക്കഭയം. വരുവീൻ, നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. യഹോവയുടെ വെളിച്ചത്തിൽ നടക്കുവാൻ ഒറ്റ കാര്യം. ഒത്തിരി ഗഹനമായ വിഷയങ്ങളൊന്നും നാം ചിന്തിച്ചില്ലല്ലോ. ലളിതമായ കാര്യം, നാം പാപം വെച്ചുകൊണ്ട് ജീവിച്ചാൽ, പാപത്തിൽ ജീവിച്ചാൽ ഇരുളിൻ്റെ അധികാരത്തിന് കീഴിലാകും. ഇനിയും നാം ഇരുട്ടിൽ നടക്കരുത്. വരിക, നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം. ഈ ഭൂമിയിലേക്ക് വരുന്ന ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായി, വചനം ജഡമായി ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. നാം അവൻ്റെ കൂടെ നടക്കാൻ തീരുമാനിക്കുക. പാപത്തോട് യാത്ര പറയുക. യേശുവിനെ പിൻപറ്റാൻ തീരുമാനിക്കുക. യേശുവിനോടുകൂടെ ജീവിക്കാൻ തീരുമാനിക്കുക. പാപത്തോട് യുദ്ധം ചെയ്യുക. സ്വർഗത്തിൽ യുദ്ധമുണ്ടായി എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു യുദ്ധം ഉണ്ടായിട്ടുണ്ടോ? ആ സ്ഥലം പിന്നെ കണ്ടില്ല എന്ന് പറയുന്നത് പോലെ പാപം വസിച്ച സ്ഥലം, പിശാച് നിൽക്കുന്ന ഇടം ഇനി ജീവിതത്തിൽ കാണാതെ വണ്ണം പാപത്തോടൊരു യുദ്ധപ്രഖ്യാപനം നടത്തി യുദ്ധം ചെയ്ത് ജയിച്ച് പാപമില്ലാത്ത ഒരു ജീവിതം, ഇതുവരെ വന്നുപോയ സകല പാപങ്ങൾക്കും പരിഹാരം തരുവാൻ യേശു അതിൻ്റെ രക്തം ചിന്തി. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പാപത്തോട് യാത്ര പറയുക. യേശുവിനോടുകൂടെ ജീവിക്കാൻ തീരുമാനിക്കുക. ജീവിതം അനുഗ്രഹമായി തീരും. ഈ ഭൂമിയിൽ മറ്റൊന്നും വേണ്ട. യേശുവിൻ്റെ കൂടെ നടക്കാൻ, ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ കൂടെ നടന്നവൻ്റെ കൂടെ നടക്കുവാൻ, നമ്മുടെ കൂടെ ജീവിച്ചവൻ്റെ കൂടെ നടക്കുവാൻ, ഗലീലയിലൂടെ നടന്നവൻ്റെ കൂടെ നടക്കുവാൻ, കഫർന്നഭൂമിയിലൂടെ നടന്നവൻ്റെ കൂടെ ഒന്ന് നടക്കുവാൻ നാം ആരെല്ലാം തീരുമാനിക്കുന്നുണ്ട്, നാം ആരെല്ലാം സമർപ്പിക്കുന്നുണ്ട്. യേശുവിൻ്റെ കൂടെ നടക്കുവാൻ. ഇനിയുള്ള എൻ്റെ ജീവിതം പാപത്തിൻ്റെ കൂടെയല്ല, യേശുവിൻ്റെ കൂടെ നടക്കാൻ ഞാനിതാ തീരുമാനിക്കുന്നു. യേശുവേ, നിന്റെ കൂടെ നടക്കാൻ ഞാനിതാ തീരുമാനിക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, സ്നേഹനിധിയായ സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച തിരുവചനത്തിനായി സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ച സ്വർഗീയ വിളിക്കായി സ്തോത്രം. വരുവീൻ, നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം. കരുണയുള്ള കർത്താവേ, ദൈവ വെളിച്ചത്തിൽ നടക്കുന്നവരായി, ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കുന്നവരായി ഞങ്ങളെ നിർത്തണമേ, അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.